ആ ദിവസം കാറ്റലോണിയയുടെ നാടും നഗരവും ഒരിക്കലും മറക്കാനിടയില്ല. തന്നെ ഞാനാക്കിയ ക്ലബിനോടും ചവിട്ടി നിന്ന മണ്ണിനോടും വിട പറയാനായി കാമ്പ് നൗ സ്റ്റേഡിയം കോംപ്ലക്സിലേക്ക് ലയണൽ മെസ്സി നടന്നു കയറിയപ്പോൾ എതിരാളികൾക്ക് പോലും അത് ഉൾക്കൊള്ളാനായില്ല. ഗേറ്റിന് പുറത്ത് ആയിരങ്ങൾ ജേഴ്സികളുമായി ഒത്തുകൂടി. ക്ലബിനും മാനേജ്മെന്റിനുമെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. കോട്ടകെട്ടിയ പ്രതിരോധ മലകളെയെല്ലാം പൂപ്പറിക്കും പോലെ കടന്ന മെസ്സി ഒരു കർച്ചീഫിൽ കണ്ണീരമർത്താനാകാതെ നിൽക്കുന്നതും ലോകം കണ്ടു. കാലവും യോഗർബാത്ത് നദിയും മുന്നോട്ട് പോയി. ബാഴ്സലോണ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. കാറ്റലോണിയയുടെ അഭിമാനമായ ക്ലബിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കും. പക്ഷേ പടിയിറങ്ങിയിട്ട് വർഷങ്ങളായ അർജന്റീനക്കാരൻ തന്നെയാണ് അവിടെ ഇപ്പോഴും ഹോട്ട് ടോപ്പിക്. നിലവിലെ പ്രസിഡന്റായ ജോൺ ലാപ്പോർട്ട തന്നെയാണ് സാധ്യതകളിൽ മുന്നിൽ. പക്ഷേ അയാളെ എന്തെങ്കിലും പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പടിയിറങ്ങിപ്പോയ മെസ്സിയാണ്. പ്രസിഡന്റ് പദത്തിലേക്ക് നടന്നെടുക്കാനൊരുങ്ങുന്ന ലാപ്പോർട്ടയ്ക്ക് അതിശക്തമായ എതിരാളികളെ ഇക്കുറിയും നേരിടേണ്ടതുണ്ട്. 2021 16,679 വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തിയ വിക്ടർ ഫോണ്ട് തന്നെയാണ് പ്രധാന എതിരാളി. തന്നെ പ്രസിഡന്റാക്കിയാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്നാണ് ഫോണ്ടിന്റെ വാദം. ക്ലബ് ഇതിഹാസവും മുൻ കോച്ചുമായ സാവി ഹെർണാണ്ടസിന്റെ പിന്തുണയും ഇദ്ദേഹത്തിനാണ്. 52-കാരനായ സാവി വിലയോനെയാണ് മറ്റൊരാൾ. 52-കാരനായ ഇയാൾ ചില്ലറക്കാരനല്ല. ലാമാസിയയിൽ കളി പഠിച്ചിട്ടുള്ള ഇയാൾ ക്ലബിന്റെ 3-ാം ടീമിനായി പന്ത് തട്ടിയിട്ടുമുണ്ട്. ബെർത്തമ്യൂ പ്രസിഡന്റായ കാലത്ത് ഫുട്സാൽ ടീമിന്റെയും ബാഴ്സ യൂത്ത് അക്കാഡമിയുടെയും ചുമതലകളും വഹിച്ചിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും ചാലഞ്ച് ചെയ്യാൻ മറ്റൊരു എൻട്രി കൂടി ഇക്കുറിയുണ്ട്. മാർക്ക് സിറിയ, ഇക്കണോമിസ്റ്റും ബിസിനസ്മാനുമായ 46-കാരൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ആദ്യമായി. ബാഴ്സയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നിരന്തരം പ്രതികരിക്കുന്ന ഇയാൾ മാധ്യമങ്ങളിലൂടെ നല്ല ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളിൽ ലാപ്പോർട്ടയില്ലാത്ത എല്ലാവരും മെസ്സിയോട് ക്ലബ്ബ് അനീതി ചെയ്തുവെന്ന് വിശ്വസിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരുമാണ്.